എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗവിയിലേക്കുള്ള ബസ്സൊക്കെ റെഡിയാണ്, ആൾക്കാരൊക്കെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്, ടൈം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതല്ലായിരുന്നു ബസ്, വലിയ ബസ്സായിരുന്നു. ഇപ്പോൾ ചെറിയ ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 6:30 ആകുമ്പോഴത്തേക്കും പോകുന്നതായിരിക്കും. ബജറ്റ് ടൂറിസം എന്ന് പറയുന്ന പുത്തൻ ആശയത്തിൽ പൊതുമേഖല രംഗത്ത് ഒരു ട്രാൻസ്പോർട്ട് രംഗത്ത് ഒരു കുതിച്ചുചാട്ടമായി ബജറ്റ് ടൂറിസം രംഗത്ത് വന്നത്. അതിനു മുമ്പ് വരെ ചാർട്ടർ ട്രിപ്പുകളായിട്ടുണ്ടായിരുന്നുവെങ്കിലും ബജറ്റ് ടൂറിസം എന്ന് പറയുന്നത് പുതിയൊരു ആശയമാണ്. അതായത് വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട വ്യത്യസ്ത സാഹചര്യങ്ങളിൽപ്പെട്ടവർ എല്ലാവരും ഒരു ദിവസം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ആനവണ്ടിയിൽ ഒന്നിക്കുന്നു. ഇതിൽ തന്നെ നോക്കിയാൽ എല്ലാവരും നിങ്ങൾ തമ്മിൽ വല്ല പരിചയം ഉണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ലല്ലോ. പക്ഷേ നമ്മുടെ ട്രിപ്പ് കഴിയുമ്പോൾ അതല്ല അവസ്ഥ. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും. സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗവി ട്രിപ്പല്ല, ടൂറാണ്. ആക്ച്വലി ഇത് കുറേ ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ആൾറെഡി പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈൻ ബസ്സിലൊക്കെ ആൾക്കാർ കയറി പോകുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എറണാകുളത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സാറിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സാർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗവി പോകാൻ പ്ലാനുള്ളവർക്കും അതേപോലെ ഗവിയിൽ എന്തൊക്കെ ഉണ്ട് കാണാൻ, ഈ ഒരു പോക്ക് പോകണോ, ഇത്രയും റിസ്ക് എടുത്ത് പോകണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. അത്യാവശ്യം എൻ്റെ ഒരു ഡ്രീം ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓരോരുത്തർ ഡ്രീം ട്രിപ്പ് എടുക്കുമ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ എനിക്ക് ഗവി പോകണമെന്ന് പണ്ട് പോലെ ആഗ്രഹമായിരുന്നു. ആ ഒരു സിനിമ കണ്ട കൂടിയാണ് പിന്നീട് ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളും ഇത്ര കിലോമീറ്റർ കാടിനുള്ളിൽ കൂടിയുള്ള യാത്രയെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കണം. പക്ഷേ എന്നാലും ഒരു ഡ്രീം ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വന്ന ആളുടെ പേര് രാജേന്ദ്രൻ എന്നാണ്. അയാളെ എടുത്തിട്ടുണ്ടോ? കയറിക്കോ, കയറണോ? ഒരുമിച്ച് കയറാൻ അവിടെ മേപ്പോട്ട് കയറിട്ട് നിങ്ങൾ കയറുന്നില്ലയോ? ഇട്ടോടെ എന്നാ കുഴപ്പമില്ല. എന്നാ ഒരിട് എന്നാലും മണ്ടയ്ക്ക് അകത്ത് കയറാനുള്ള പരിപാടിക്കാതെ ഇങ്ങോട്ട് ആ മാസ്ക് മാറ്റേ. നീ കയറിച്ചു സ്ഥലമുണ്ടേ. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യും? ഉള്ളിൽ കണ്ടപ്പോഴേ പോയത് വണ്ടിക്കാർ വെക്കരുത്. ഈ രാജേന്ദ്രൻ ഇവിടെ പാട്ടൊക്കെ പാടും, സംഭവം ശരിയാണ്. നിങ്ങളാരേലും ഒരു പാട്ട് പാടി ഞങ്ങൾ ഇട്ടില്ല ഇതുവരെ. വീടിൻ പടക്കെ പറമ്പിലെ പൈനാറിന്റെ മകനെ ചിരിക്കാൻ പലതും എടുത്തിട്ടു. വീടിൻ പടക്കെ പറമ്പിലെ പൈനാറിക്കാൻ വന്നവനെ കുഞ്ഞിരാമൻ കണക്കിന്റെ മകനെ ചിരിക്കാൻ പലതും എടുത്തിട്ടു. എന്റെ പിന്നെ വെളിപ്പറമ്പിലെ കടലാലിക്കുന്ന കണ്ണുണ്ട്, നാല് ചെവിയിലറിഞ്ഞ പിന്നെ ജീവിതം ഇന്നൊരു കോഞ്ഞാട്ട. ഓന്റെ വീടിൻ പടക്കെ പറമ്പിലെ പൈഞ്ഞാ പറിക്കാൻ വന്നവനെ കുഞ്ഞിരാമൻ കണക്കിന്റെ മകനെ ചിരിക്കാൻ പലതും കേട്ടു. വേണ്ട പിന്നെ വെപ്പാലത്തിനു പേരെ ചെക്ക മുളയ്ക്കേണ്ട, നാട് മുഴുവൻ തുടർന്നറച്ചെന്നടക്കിലിട്ടുടയ്ക്കേണ്ട. ഓന്റെ വീടിൻ പടക്കെ പറമ്പിലെ പൈഞ്ഞാ പറിക്കാൻ വന്നവനെ കുഞ്ഞിരാമൻ കണക്കിന്റെ മകനെ ചിരിക്കാൻ പലതും കേട്ടു. വേണ്ട പിന്നെ പെട്ടാലത്തിനു പേരെ ചെക്ക മുളയ്ക്കേണ്ട, നാട് മുഴുവൻ തുടർന്നറച്ചെന്നടക്കിലിട്ടുടയ്ക്കേണ്ട. ഓന്റെ വീടിൻ പടക്കെ പറമ്പിലെ പൈഞ്ഞാ പറിക്കാൻ വന്നവനെ കുഞ്ഞിരാമൻ കണക്കിന്റെ മകനെ ചിരിക്കാൻ പലതും കേട്ടു. അങ്ങനെ രാജേന്ദ്രൻ ചേട്ടൻ്റെ അടിപൊളി പാട്ടുകളും അവരുടെ ജീവിത ശൈലികളും അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് യാചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. അപ്പോൾ ചെക്ക് പോസ്റ്റ് കയ്യിൽ ഇവിടെ നമ്മൾ എത്ര പേരുണ്ടെന്നും കാര്യങ്ങളൊക്കെ എൻട്രൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ ഈ കറക്റ്റ് വീഡിയോയിലൊക്കെ കാണിക്കുന്ന പോലെ ആ ചെറിയ വഴിയിലുള്ള പോക്കാണ്. ഈ കാടുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡ്രൈവർ ചേട്ടൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ബസ്സിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ പാട്ട് മത്സരം നടക്കുകയാണ്. പാട്ട് മത്സരമല്ല, അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം.
ഷട്ടറാണ് നമ്മൾ കാണുന്നത്. ഇത് മൂഴിയാർ ഡാമാണ്. മൂഴിയാറിൻ്റെ ഡാമിൻ്റെ കുറേ വ്യൂ പോയിൻറ്റുകളും വ്യൂസൊക്കെ ഇവർ കാണിച്ചു തരും. കാരണം ഇത് നമ്മൾ മേളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഈ ഡാം ചെറുതായി കാണുന്നൊരു ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ കാണിപ്പിച്ച് തരും. റൈറ്റ് സൈഡ് ഫുള്ള് വെള്ളം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡാമിൽ നിൽക്കുന്നതുകൊണ്ട് വെള്ളമില്ല. പിന്നെ ഇടയ്ക്ക് തന്നെ ഒരുപാട് നമുക്കിവിടെ കാട്ടിലുള്ളിൽ താമസിക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അണ്ണാനും കുരങ്ങുകളൊക്കെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പം അതിനെയൊക്കെ നമുക്ക് ഇവർ നിർത്തി കാണിച്ചു തരുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിന് ആനയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത്. ഇപ്പം നേരത്തെ കാണിച്ച മൂഴിയാർ ഡാമാണ്, അതിൻ്റെ വേറൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആനനെ കാണണം എന്നുള്ളൊരു ഇതായിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ആനനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആകെ കണ്ടതെന്ന് പറയാനായിട്ട് കുറച്ച് കൂടുതൽ കുരങ്ങന്മാരെയാണ് കണ്ടത്. പിന്നെ ഒരു കാട്ടുപോത്തിനെ കണ്ടു. അപ്പോൾ അത്രയും കാഴ്ചകളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മൃഗങ്ങൾ സൈറ്റിങ് കിട്ടിയത്. വേറെ ആനിമൽ സൈറ്റിങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഒരു ട്രിപ്പിൽ ഈ ഒരു ടൈം ചൂസ് ചെയ്താണ് എനിക്ക് പറ്റിയൊരു കാരണം. ഇപ്പോൾ ഒരു ഉണക്ക് സമയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് കാഴ്ചകളും മൃഗങ്ങളെയും നമുക്ക് മിസ്സായി. ശരിക്കും നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുണ്ടോ മൂഴിയാർ ഡാമിൻ്റെ വേറൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴയുള്ള സമയത്ത് ഗവി ട്രിപ്പ് എപ്പോഴും പിടിക്കുമ്പോൾ ഒരു മഴയുള്ള സമയത്തൊക്കെ നോക്കി പിടിക്കണം. അപ്പോൾ എപ്പോഴും ഇവിടെ മൃഗങ്ങൾ റോട്ടിൽ കാണും. ഇപ്പം ആനപ്പിണ്ടം മാത്രമേ റോഡിലുള്ളൂ. റോഡ് തിരിയുമ്പോൾ തന്നെ ഒരുപാട് പിണ്ടങ്ങൾ കാണാം. പക്ഷേ ആനകളൊന്നും കണ്ടിട്ടില്ല. 2018 ആ പ്രളയത്തിന്റെ സമയത്ത് ഉരുൾപൊട്ടിയ സ്ഥലമാണത്. 2018 ഈ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടിയപ്പോഴാണ് ഗവി ഗതാഗതം നിലച്ചു, അങ്ങോട്ടിനി വണ്ടി വിടില്ല എന്നൊക്കെ പറഞ്ഞ ന്യൂസും കാര്യങ്ങളും വന്നത്. ഈ ഒരു ഏരിയ താഴത്തോട്ട് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. താഴത്തോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അധികം നേരം അവിടെ നിന്നില്ല. വണ്ടി നല്ല കയറ്റം കയറി വന്ന കൊണ്ടാണെന്നറിയില്ല. ഇവിടെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവർ നിർത്തി തന്നു. ഇത് നല്ലൊരു ഏരിയ. എന്താണ്ടൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. തിന്നാ പച്ചമരുന്നാണോ മുതിർക്കാനാണോ വണ്ടി ഇരുന്ന് കാണിച്ചു? ഇത് അഭിലാഷ് ചേട്ടനാണ്, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറാണ്, നമ്മുടെ സാരഥിയാണ് ഗവി ബസ്സിൻ്റെ. അപ്പോൾ നമ്മൾ ബസ്സിൽ അങ്ങനെ ഇരുന്നിട്ട് ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നെയുണ്ട്. ഈ കള്ളിമുള്ളിച്ചെടിയുടെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ബസ്സിലിപ്പോൾ അന്താക്ഷരി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കക്കി ഡാമിൻ്റെ പിന്നെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഒരു വലിയ സ്ഥലത്ത് പോയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് കാണുന്ന പോലെയുണ്ട്. അപ്പം അടിപൊളി സീനറി ആണല്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഇത് താഴത്തോട്ട് എനിക്ക് തോന്നി ഇറക്കി വിടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ ആനപ്പിണ്ട് ഇങ്ങനെ കിടക്കുന്നു. താഴോട്ട് ഇറങ്ങി പോരും തോറും അപ്പോൾ ഞാൻ ഓർത്തിത് ആൾക്കാർ പോയി വഴിയായതാണ്. ശരിക്കും ഇത് ആനകളൊക്കെ ഇറങ്ങി ഇതേപോലെ വഴി ആയതാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കക്കി ഡാമിൻ്റെ താഴ്വാരത്തിൽ എത്തുമെന്ന് തോന്നണം. ശരിക്കും അവിടെ ഒരുപാട് ആനകളൊക്കെ ഇറങ്ങി വരാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. ഓഫറാണ്, 2 മിനിറ്റേ ഉള്ളൂ. ഈ ഡാമിന് പ്രത്യേകത ഉണ്ടോ? വെള്ളം തുറന്നു വിടാനുള്ള ഷട്ടറുകളില്ല. അപ്പൊ എന്ത് ചെയ്യും? കക്കി ഡാമിൽ വെള്ളം തുറന്നു വിടാനുള്ള ഷട്ടറുകളില്ല. പറയുമ്പോ ബംഗാളികളെ കൊണ്ട് കോരി കളയിപ്പിക്കും പദ്ധതി. ഇതിന്റെ ഷട്ടർ ഇതിന്റെ സെയിം ഒരു ഡാം. നമ്മുടെ ഇടുക്കി ഡാമിലെ ചെറുതോൾ ഡാം പോലെ ഇതിന്റെ ഇതാണ് ആനത്തോട് ഡാം. അവിടെയാണ് ഇതിന്റെ ഷട്ടറുകൾ. 2018 അതിന്റെ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ മരം കയറിയതാണ് പ്രളയത്തിന് പ്രധാന കാരണം. അടിപൊളി സീനറി. വിടല്ലേ ഒരുങ്ങിയോ?
ഇതിന്റെ രണ്ട് സൈഡും നോക്കാം കേട്ടോ. വെള്ളം ഏത് നോക്കുന്നതിന് താഴെ വയ്ക്കേ. മനസ്സിലായോ? എവിടെ വെള്ളം സിനിമ തിയേറ്ററാണ്? എവിടെ എവിടെ? പിന്നീട് ബിൽഡിംഗ് പൊന്നാപുരം പ്രേമചന്ദ്രന്റെ സിനിമയ്ക്കിലെ കോട്ടയായിട്ട് ചിത്രീകരിച്ചത്. ഇത് കൺവേഷൻ ചെയ്തതിന്റെ ഭാഗത്തിലുണ്ട് കാണുന്നത്. നോർമലി ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു ഗൈഡിനെ പോലെ തന്നെ നമുക്ക് അഭിലാഷ് ഏട്ടനും കാര്യങ്ങളൊക്കെ ഫുൾ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫിഷ് ഫാമാണ്. അതായത് വെള്ളത്തിൽ ഫാമിങ് നടക്കും. ആനയുണ്ടോ? എക്കോ പോയിന്റാണ് ഇറങ്ങിക്കോ. നിങ്ങൾ അതെ, കൂവ് കൂവ്. ആ ഇല്ല, അത് ചെവി അടഞ്ഞു പോയിട്ടാ. അങ്ങോട്ട് പോവാൻ എത്ര ആട് നോക്കുന്നേ. അയ്യേ, ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ അയലക്കത്തെ വീട്ടിൽ പട്ടി ഇതുപോലെ അലക്കുന്നത്. ശരിക്കും ഇത് മനുഷ്യനിർമ്മിതമായ ഒരു എക്കോ പോയിന്റ് ആണ്. ശരിക്കും ഇത് ഡാം പണിയാൻ വേണ്ടി പാറ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആയതാണ്. അവിടെയാണ് ആസിഫലി ആടിയത്. ആ മണ്ണിടിച്ചതൊക്കെ അവിടെയാണോ? വെള്ളം ഇല്ലല്ലോ. കൺവേഷൻ ചെയ്ത ഒരു ഡാമിന്റെ ഷട്ടറുകൾ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഡാമാണ് ആനത്തോട് ഡാം. തിരിച്ചു നോക്കാത്ത ഷട്ടറുകൾ കാണാൻ പറ്റും. ശരിക്കും പറയാൻ നിങ്ങൾ ഗവി മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ അത്രയും ഹെവി സ്പോട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫ്രീ ആയിട്ട് ഈ കാടിൻ്റെ നടുക്കൂടി ഏത് മൃഗം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള സിറ്റുവേഷനിൽ പേടിച്ച് ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതും സേഫായിട്ട്. കാരണം നമുക്കറിയാം ആനവണ്ടി നമ്മുടെ KSRTC സംബന്ധിച്ചോളം ഏത് മൃഗം വന്നാലും നമുക്ക് അത്യാവശ്യം സേഫായിട്ടിരിക്കാം. ഇനി വല്ല കടുവ പുലിയെ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ആനയാണ്. അപ്പം ആനയെ നമ്മൾ കാട്ടിലുള്ള ആനകനെ നമ്മളെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കാണാനും വന്നാലാണ് കേട്ടോ, വന്നില്ല പക്ഷെ നമ്മുടെ ഓൾ ട്രിപ്പിൽ, പക്ഷെ വന്നാൽ കാണാനും കൂടിയുള്ള ഒരു മെയിൻ ഒരു അവസരമായിരുന്നു ഇത്. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു ടൈമിങ് ചൂസിങ്ങിൻ്റെ ഒരു ഡിഫറൻറ്റ് കൊണ്ടായിരിക്കണം ആ ഒരു വിഷയം കാരണം എനിക്ക് കിട്ടിയില്ല. പക്ഷെ നിങ്ങളെപ്പോഴും ഒരു മൺസൂൺ ടൈമിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് മാറ്റാം. അത്ര ഹെവി ട്രിപ്പാണ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് കൊച്ചു പമ്പയിലേക്കാണ് പോകുന്നത്. ശരിക്കും അവിടെയാണ് നമുക്കുള്ള എൻ്റർടൈൻമെൻറ്റായ ബോട്ടിങ്ങും അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല. ശരിക്കും അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും നമ്മൾ വണ്ടിയിൽ സ്നാക്സൊക്കെ കൈമാറി കഴിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഗവിയിലെ ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ. പിന്നീട് വരുന്നത് നമുക്ക് ഡാമാണ്, പമ്പ ഡാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്നത് കൊച്ചു പമ്പയിലേക്കാണ്. ഏകദേശം ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. എന്നാലും നമ്മൾ ബസ്സിൽ പോകുമ്പോഴത്തേക്കും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുടിലുകളും ചെറിയ ചെറിയ വീടുകളും ഇഷ്ടം പോലെ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പറയുന്ന ഗവി എന്ന് പറയുന്ന ഒരു മെയിൻ സെൻറ്ററാന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റേഷനും ഡാമും അതേപോലെ തന്നെ ടൗണും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചുപമ്പയും ഒക്കെ എല്ലാ സ്ഥലങ്ങളും കൂടി വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഗവി എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഹോൾ ട്രിപ്പ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇതിലെയാണ്. ഏകദേശം നല്ല കിലോമീറ്റർ ഉണ്ട് ഇത് മൊത്തത്തിൽ. ഇത് സംഭവം എങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാട് മാത്രമേ ഉള്ളൂ. കാടാണ് മെയിൻ. സ്ഥലങ്ങളെക്കാളും കൂടുതൽ കാട് മാത്രമുള്ള സ്ഥലം. അങ്ങനെ ഗായ്സ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഹബ്ബായ കൊച്ചുപമ്പ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് കാണാൻ കാഴ്ചകൾ അധികം തോട്ടങ്ങളൊക്കെ വെച്ചാണെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ബോട്ടിങ് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് ബോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പം എനിക്ക് പക്ഷേ പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു ബോട്ടിങ്. പക്ഷേ എന്നാലും സൈഡിൽ ആന വന്ന് വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു കാഴ്ച കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശരിക്കും ബോട്ടിങ് ഞാൻ കയറിയത്. പക്ഷേ അതൊന്നും കിട്ടി. ഓഹൈ ഓഹൈ ഓഹൈ. അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിരുന്നു ബോട്ടിങ്. അതേപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മേലെ കൂടി പാമ്പൊക്കെ ഇങ്ങനെ ഓടിപ്പോണ കാണാം. പിന്നെ അതേപോലെ തന്നെ ഈ തോട്ടം ഈ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ
ശ്രീലങ്കക്കാരാണ്, മലയാളികളല്ല കേട്ടോ. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് താമസിക്കുന്നവരാണ്. അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. എന്നാലും ഫുള്ള് മലയാളം അറിയാം അവർക്ക്. അങ്ങനെ നല്ലൊരു ഏരിയയിൽ അങ്ങോട്ട് പോകാനുണ്ട്. അങ്ങനെ പോയി അവർ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ കൊണ്ടുവരും. അടുത്ത നമ്മുടെ ലൊക്കേഷൻ ഗവി ടൗൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളും സിനിമയിലെ ടൗൺ അല്ല, ശരിക്കും ഗവിയിലെ ടൗൺ ആണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. ഇവിടെ കണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്ന ഗവി എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗവി ടൗണ്. അപ്പോൾ ഒരു റേഷൻ കടയും ഒരു പോസ്റ്റ് ഓഫീസും അതേപോലെ തന്നെ ഒരു പലചരക്ക് കട എന്ന് പറയാവുന്ന ഒരു കട, എല്ലാ സാധനങ്ങളുള്ള കട. ഇത്രയും സാധനങ്ങളാണ് ഗവി എന്ന ടൗണിലുള്ളത്. പിന്നെ ഒരു ബസ് സ്റ്റോപ്പ്, റൈറ്റ് സൈഡിലേക്ക് പോയി സ്കൂള്. നമ്മൾ സിനിമയിലെ കാണുന്നോട്ട് അത്ര വലിയ ടൗണോ അത്ര വലിയ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഇവിടെ ജോലി ചെയ്യുന്നവരും അങ്ങനെ കാട് വെട്ടുന്നവരും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് പോകുന്നവരും മാത്രമേ ഉള്ളൂ. നോർമലി എൻ്റെ അഭിപ്രായത്തിൽ ഗവി എന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. 60-80 കിലോമീറ്റർ ഫുള്ള് കാടി കൂടി പോകും. അപ്പം അതേസമയം വേറെ ഒന്നും നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൊബൈലിൽ കളിക്കാന്ന് വെച്ചാൽ ആരും വരികയും വേണ്ട. റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല. മൊബൈലിൻ്റെ റേഞ്ചിൻ്റെ കട്ടട എടുത്ത ആ ഒരു സിമ്പല് പോലും ഉണ്ടാകില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗവി ടീം. അങ്ങനെ ഞങ്ങൾ ഗവി ടീം എല്ലാവരും കൂടി ഇന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയും നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് കിലോമീറ്ററുകൾ നമ്മൾ കാടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാടും വൈബും ഒക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ പുറകിൽ നിന്നുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ക്ലിയർ ആയില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല കാണാമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് മലനിരകൾ, അങ്ങ് ഏറ്റവും വരെ മല മാത്രമേ ഉള്ളൂ. അങ്ങ് നോക്കിയാലും ഇങ്ങ് നോക്കിയാലൊക്കെ മലയാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വരുവാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും പ്രൈവറ്റ് വണ്ടിയിൽ എൻട്രി ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സർവീസ്ഡ് ആയിരിക്കണം വണ്ടി. കാരണം എവിടെയെങ്കിലും വന്ന് പെട്ടുപോയാൽ ഇച്ചിരി പണിയാണ്. അപ്പോൾ ഞങ്ങൾ ആകെ കണ്ടൊരു കാട്ടുപോത്താണത്. അപ്പോൾ നല്ല ഫുൾ കാട്, ഇപ്പം നല്ല വെളിച്ചമുള്ള കാട്. സാധാരണ കാടുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ തെളിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം നോർമലി കാടുകളിലപ്പം ഇരുട്ടായിരിക്കും. പക്ഷേ ഇത് നല്ല ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തിക്ക് ഫോറസ്റ്റ് ഉണ്ട് താനും. അപ്പം നമ്മൾ നോർമലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വരാനെടുക്കുന്ന ടൈം, അതാണ് നമ്മുടെ കാഴ്ചകളെ കുറച്ചുകൂടി സുന്ദരമാക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഏത് ടൈമാണോ ഇങ്ങോട്ട് വരാൻ വേണ്ടി ചൂസ് ചെയ്യണത്. ഇതിപ്പോൾ ആനകൾ സ്ഥിരം ഇവിടെ വന്ന് കുളിക്കണമെന്നും ആനകൾ അങ്ങനെ കുളിച്ചിട്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയെങ്കിലും നമ്മൾ വന്നിട്ട് ആനയെ കണ്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന സമയം, ഏത് സമയമാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അതേപോലെ ഇരിക്കും നിങ്ങളുടെ കാഴ്ചകളെ മനോഹരമാക്കുന്നത്. എന്നാലും ഇവിടെ അത്യാവശ്യം വന്നാൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും സാഡായിട്ട് പോകേണ്ട ആവശ്യം വരില്ല. എന്നാലും നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഇവർ ഒരിക്കലും രാവിലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ല. 8-8 9 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഈ കാട്ടിലോട്ട് കയറുന്നത്. ശരിക്കും അതിനേക്കാൾ നേരത്തെ കയറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ലപോലെ ആനിമൽ സൈറ്റിങ്സ് ഒക്കെ നമുക്ക് കിട്ടിയേനെ. പക്ഷേ ഇത് അങ്ങനെ അവർ കയറില്ല. അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ഗവി ട്രിപ്പ് ഒരിക്കലും നിങ്ങളെ മടുപ്പിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം അത്രത്തോളം കാഴ്ചകളുണ്ട് കാണാൻ. ഇതുവരെ ഒരു കാട്ടിൽ കൂടി പോകാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഇത് ചൂസ് ചെയ്യണം. അതേപോലെ തന്നെ കാടുകളും കാട്ടിലെ ഭംഗികളും മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ട്രിപ്പ് മിസ്സാകാതെ പോകണം. അത്രയ്ക്കധികം മനോഹരമായ സ്ഥലങ്ങളും അത്രയേറെ കാടുകളും ഉള്ള ഒരു സ്ഥലമാണ് ഗവി. 1 2 3 4 5 6. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഗവിയുടെ ഒരു പിക്ചർ മനസ്സിൽ കണ്ടുവെക്കും. പക്ഷേ ശരിക്കും അതൊന്നും അല്ല ഇവിടെ വരുമ്പോൾ കാണുന്നത്. അതിനേക്കാളും വളരെ മനോഹരമായ, അതിൽ നിന്നും വേറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗവി സ്ഥലത്തിൻ്റെ ഒരു ഡൈഹാർട്ട് ഫാൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ആനവണ്ടി അങ്ങ് കയറിക്കോ. ബജറ്റ് നാളത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ യാത്രകൾ ചെയ്യുക, KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഓക്കെ.